ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തട്ടിക്കൂട്ട് ടോപ്പ് എന്ന് പറയാം. പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിലും ഫൈനൽ ലുക്ക് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിതുവരെയും ട്രൈ ചെയ്യാത്തൊരു മോഡലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മളിവിടെ പലതരം തുണികളാണ് എടുത്തിട്ടുള്ള കളർ കോമ്പിനേഷനും എല്ലാതും കൂടി നോക്കുമ്പോഴും ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ തട്ടിക്കൂട്ട് സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് യോക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 12 to 15 ഇയേഴ്സ് ആ ഒരു ഏജ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഫ്രീ സൈസാണ്. നമ്മളൊരു റോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടൈ ചെയ്തിട്ടാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ലൈനിങ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ലൈനിങ് പീസിലേക്ക് നമ്മുടെ മെയിൻ പീസ് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. മെയിൻ പീസ് യെല്ലോ കളറാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ലൈനിങ് പീസിൻ്റെ അത്രയും ലെങ്ത് ഇല്ല, കുറച്ച് ലെങ്ത് കുറവുണ്ട്. അപ്പോൾ ആ ലെങ്ത്ത് കുറഞ്ഞ ഭാഗം നമ്മൾ ശരിയാക്കി എടുക്കാനായിട്ട് ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റിയൊക്കെ അടിക്കുമ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന പീസുണ്ട്. ആ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നടുക്ക് ഓപ്പണിംഗ് വരുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളൂ. ഈ യോക്ക് പോർഷൻ്റെ മെയിൻ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തട്ടിക്കൂട്ടി കട്ടിങ്ങും തട്ടിക്കൂട്ടി സ്റ്റിച്ചിങ്ങുമാണ്. പക്ഷേ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മെയിൻ പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് മെയിൻ പീസ് എന്തായാലും കുറവാണ്. അപ്പോൾ മെയിൻ പീസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞതിന് നമ്മളത് ഒരു നൈറ്റി പീസ് വെച്ചിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ നൈറ്റി പീസ് വെച്ചിട്ട് നമ്മൾ യോക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി താഴേക്ക് നമ്മൾ ഫ്രിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ സ്ലിറ്റഡ് പോർഷനിലെ അടിഭാഗം കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു പോർഷനാണ്. അപ്പോൾ ഓൾറെഡി അടിഭാഗവും സൈഡിൻ്റെ സ്ലിറ്റും എല്ലാതും അടിച്ചിട്ടുള്ളതായ തുണിയാണ്. നമുക്ക് ഓവർ ലെങ്ത്ത് വന്നതിൽ നിന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഒരു പീസാണ്. അപ്പോൾ ആ ഒരു പീസും കൂടി നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഫ്രിൽഡായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഫൈനലി ഇനി സ്ലീവും കൂടിയാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിന് മാച്ചിങ് ആയിട്ടുള്ള ഏകദേശം ഒരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ താഴെയായിട്ട് എൽബോ ലെങ്ത്ത് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നതും ഒരു നൈറ്റി പീസാണ്. നൈറ്റിയുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നതിൽ നിന്നിട്ട് മാറ്റിയിട്ടുള്ളതായ ഒരു പീസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഈ തട്ടിക്കൂട്ടി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള പീസുകൾ കൊണ്ട് തയ്ച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പ് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലായത്. സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പീസും കൂടി നടുവിൽ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നടുക്ക് ഓപ്പണിംഗ് ആയിട്ട് ചെറിയ രീതിയിലൊരു റോപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ടം പീസ് ഫ്രിൽഡായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിൽഡായിട്ടുള്ള പീസിന് ഈ യോക്ക് പോർഷൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് പീസും കൂടി ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലും ഫിനിഷിങ്ങിലും നമുക്ക് കിട്ടും. അപ്പോൾ തയ്ച്ച ഭാഗമൊന്നും തന്നെ പുറമെ കാണാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഓപ്പണിങ്ങിലേക്ക് ഒരു ചെറിയൊരു റോപ്പ് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ക്ലോത്ത് മെയിൻ ക്ലോത്തിലുള്ളതായ യെല്ലോ പീസ് മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ആ ഓപ്പണിങ്ങിലേക്ക് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി കയറ്റി കൊടുത്തിട്ട് സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മുടെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീനെക്കാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു പീസ് തുണി വെച്ചിട്ട് മടക്കി അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ വീനെക്കുള്ള ടോപ്പൊക്കെ നമ്മൾ ഓൾറെഡി കുറേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സെയിം മെത്തേഡ് തന്നെയാണ്. ആ നടുവിലെ റോപ്പ് ഇടുന്ന ഭാഗം മാത്രം കട്ട് ചെയ്യാതെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ അതിലൊരു ഡിഫറൻസ് ഉള്ളൂ. വെറുതെ വീഡിയോ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് പീസും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡേഴ്സ് രണ്ടും ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ്സും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസിൽ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ പ്ലീറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൈഡും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ടോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീനെക്കാണ്, ഫ്രണ്ടിലും ബാക്കിലും വീനെക്ക്, ബാക്കിലൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഫി ആയിട്ടുള്ള പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തടി കൂടുക കുറയുക അങ്ങനെ വേരിയേഷൻ വരുന്ന ഒരു ബോഡി ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ റോപ്പ് വെച്ചിട്ട് നമ്മുടെ സൈസ് ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.